കേട്ടതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിയാണ്. അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. ആത്മാവാണ്, ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയിച്ച് തരാൻ നമ്മളെ മുന്നിൽ അതായിരിക്കുന്ന, അത് അനുഭവിച്ചിരിക്കുന്ന ഒരുവന്റെ മുന്നിലെത്തിയ പിന്നെ വേറെ പൊട്ടിത്തെറിയൊന്നുമില്ല. ബോധ്യമാകുമ്പോഴാണ് ബോധോദയം സിദ്ധിക്കുന്നത്. ബോധം ഉദിച്ച് ബോധ്യപ്പെടും. അപ്പോ ആത്മസാക്ഷാത്കാരം യാഥാർത്ഥ്യം ഞാൻ ആത്മസാക്ഷാത്കാരം പ്രാപിച്ചു. അത് അനുഭവിച്ച ഒരുത്തന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ. മറ്റതും ഇതുപോലെ കേട്ട് പഠിച്ച ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം, ഒരു പൊട്ടിത്തെറിയോ ഒരു ഇത് വരാണ്ട്, ഒരു പ്രകാശം വേറൊരു തരത്തിൽ വരാണ്ട്, തറക്കാണ്ട് എന്നൊക്കെ തോന്നുന്നത്, അങ്ങനൊക്കെ സംഭവിക്കും ചെയ്യും. ആളുകൾ ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ അനുഭവിച്ചതാണ്. നീല നിറത്തിൽ വരും, ഒരു വൈലറ്റ് നിറത്തിൽ വരും, പിന്നെ ചുവപ്പ് നിറത്തിൽ വരും. നല്ല മനസ്സിന്റെ തോന്നൽ ഉണ്ടാക്കിയെടുക്കും. യാഥാർത്ഥ്യം മുന്നിലാണ്, ലൈവായിട്ട് അനുഭവിക്കുന്ന, അത് എടുത്ത് കാണിച്ച് സൃഷ്ടിച്ച് തരുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്ന ഭാഗത്തിനെയാണ് സാക്ഷാത്കാരം. ബോധ്യമാവണിൽ കണ്ടറിഞ്ഞ് നോക്കി ബോധിക്കണം. അങ്ങനെ എല്ലാം കണ്ടറിഞ്ഞതിലൂടെ സഞ്ചരിച്ച് ബോധിച്ച് ഞാൻ അതായി തീരണം. അതാണ് ബോധോദയം സിദ്ധിക്കലും ദൈവ സാക്ഷാത്കാരം പ്രാപിക്കലും. സാക്ഷാത്കാരം പിന്നെ